സ്വാശ്രയ MBBS ഫീസ് കൂട്ടി 85% സീറ്റിൽ 5.5 ലക്ഷം രൂപ ഫീസ്. NRI സീറ്റിൽ 20 ലക്ഷം. സ്വാഗതാർഹമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ. നിയമ നടപടിക്കെന്ന് MES. സാധാരണക്കാരെ മറന്നുള്ള ഫീസ് വർധനയെന്ന് രമേശ് ചെന്നിത്തല. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. സ്വാശ്രയ MBBS ഫീസ് നിശ്ചയിച്ചു. 85% മാനേജ്മെന്റ് സീറ്റുകളിൽ 5.5 ലക്ഷവും NRI സീറ്റുകളിൽ 20 ലക്ഷവുമാണ് ഫീസ്. ഫീസ് നിർണയ സമിതിയുടേതാണ് തീരുമാനം. ഉയർന്ന ഫീസ് അംഗീകരിക്കാനാകാത്തതിനാൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം മെഡിക്കൽ മാനേജ്മെന്റുകൾ. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയതോടെ ഈ അധ്യയന വർഷം മുതൽ ഏകീകൃത ഫീസാണ്. 85% സീറ്റിൽ 5.5 ലക്ഷം രൂപയും NRI സീറ്റിൽ 20 ലക്ഷം രൂപയുമാണ് പുതിയ ഫീസ്. ജസ്റ്റിസ് രാജേന്ദ്ര ബാബു ചെയർമാനായ ഫീസ് നിർണയ സമിതിയുടേതാണ് തീരുമാനം. NRI സീറ്റിൽ ഫീസ് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം 15 ലക്ഷം രൂപയായിരുന്നു ഫീസെങ്കിൽ ഈ വർഷം 20 ലക്ഷം രൂപയാക്കി. കൂട്ടിയ 5 ലക്ഷം രൂപ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകണമെന്നാണ് നിർദ്ദേശം. മാനേജ്മെന്റുകൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ട്യൂഷൻ ഫീസ് അംഗീകരിക്കാനാവില്ലെന്നും ഫീസ് നിർണയ സമിതി വിലയിരുത്തി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വരവ് ചെലവ് കണക്കുകളും പരിഗണിച്ച് ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മിറ്റിക്ക് ആവശ്യമെങ്കിൽ ഫീസിൽ ഭേദഗതി വരുത്താം. ഇതിനായി കോളേജുകൾ 2 മാസത്തിനുള്ളിൽ രേഖകൾ സമർപ്പിക്കണം. എന്നാൽ പുതിയ ഫീസ് അംഗീകരിക്കില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ വ്യക്തമാക്കി. MES ആയിരിക്കും ആദ്യം കോടതിയിൽ പോകാൻ. മാനേജ്മെന്റ് പറഞ്ഞ കേൾക്കണ്ട, നിങ്ങൾ ചില ഗവൺമെന്റ് പറയണം കേൾക്കണ്ട. യഥാർത്ഥ ഫീസിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫീസ് സ്ട്രക്ചർ ഉണ്ടല്ലോ. ആ ഫീസ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അതിലോട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കുക എന്ന് MES പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതേസമയം 85% സീറ്റിൽ 7 ലക്ഷം രൂപ ഫീസ് ആവശ്യപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം അംഗീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഇല്ല, അത് സ്വാഗതാർഹമാണ്. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് പ്രതിനിധികളുമായി 2 തവണ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഫീസ് നിർണ്ണയിക്കാൻ സർക്കാർ ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. മീഡിയ 1 തിരുവനന്തപുരം. സ്വാശ്രയ MBBS ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫീസ് വർധന പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും മറന്നാണ്. മാനേജ്മെന്റുകൾ കോടതിയിൽ പോയാൽ സർക്കാർ ഒത്തുകളിച്ച് ഫീസ് കൂട്ടും. പണമുള്ളവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന അവസ്ഥയാണുള്ളതെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ ചേരും. ജെയ്ക്ക് സി തോമസ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോട്ടയത്ത് നിന്ന് ചർച്ചയിൽ ചേരുന്നു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തിനെ പ്രതീക്ഷിക്കുന്നു ചർച്ചയിൽ. AISFന്റെ സംസ്ഥാന പ്രസിഡന്റ് സുഭീഷ് സുധാകരനെയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി ജോർജ് പോളിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഏകീകരിച്ച ഒരു ഫീസ് സംവിധാനത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലപ്പുറം വലിയൊരു ഫീസ് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള വർധന ഉണ്ടായിരിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിലും വലിയൊരു ഫീസ് വർധന മാനേജ്മെന്റുകൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതങ്ങനെയല്ല. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 11 ലക്ഷം രൂപ മാനേജ്മെൻറ്റിലും 2.5, 25, 25,000 എന്ന തോത് വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ അപ്പുറത്ത്, അത് 5.5 പയണെന്നും ഈ 2.5 കൂടെ കൂട്ടിക്കഴിഞ്ഞതിന് ശരാശരി 6.5 ലക്ഷം രൂപയാണ് ഫീസ് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ ഫീസ് ഇതിൻ്റെ മുകളിലോട്ടൊരു ഫീസല്ലേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അതിന് പകരം 1 ലക്ഷം രൂപ ആ ഫീസിൽ നിന്ന് കുറച്ചിരിക്കണം. അത് ന്യായമല്ല. അതാണ് ഫസ്റ്റ് ഇതിൽ നടക്കുന്ന ആദ്യത്തായിട്ടുള്ള ഇഷ്യൂ. രണ്ടാമത്തെ വന്നിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ സാമൂഹ്യ നീതി അനുസരിച്ചിട്ട് 20% പേർക്ക് 25,000 രൂപയുടെ ഫീസ് നമ്മൾ കൺസെഷൻ കൊടുത്തിരുന്നു. ആ കൺസെഷൻ ഇപ്പോൾ ഇല്ലാതാകുന്നു. ഇവിടെ ഏകീകൃതമായിട്ടുള്ള ഫീസ് വരുന്നു എന്ന് പറയുന്നു. അതേ ഇനി എന്താണ് ഇതിൻ്റെ നിയമവശം എന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം 3 കോളേജുകൾ കോടതിയിൽ പോയി. അവർ കോടതിയിൽ പോയിട്ട് പറഞ്ഞ് ഏകീകൃത ഫീസ് 10 ലക്ഷം രൂപയാണ് അവരാവശ്യപ്പെട്ട്. അത് കോടതി അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ഹോംവർക്ക് നടത്താതെയാണ് ഈ നമ്മുടെ ഫീസ് ഏകീകരണ കമ്മീഷൻ ചെയ്തിരിക്കുക. അതോടൊപ്പം അവർ വേറെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റുകൾക്ക് അവർ അപ്രോച്ച് ചെയ്യാം, എന്നിട്ട് ഇതിൽ വേണച്ച മാറ്റം വരുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ എന്താണ് ഫീസ് എന്നുള്ള ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, നേരത്തെ സംസ്ഥാന സർക്കാർ 2 തവണ ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ നിന്ന് കുറവായ ഫീസാണോ ഇപ്പോൾ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊല്ലം അംഗീകരിച്ച ഫീസ്, കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അംഗീകരിച്ച ഫീസ് അതിനെക്കാട്ടൊക്കെ കുറവാണത്. 5.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസ്. കാരണം ഇരട്ടി കൂട്ടിയാൽ തന്നെ 11 ലക്ഷം രൂപ കഴിഞ്ഞ കൊല്ലം മാനേജ്മെന്റിന് കിട്ടിയില്ലേ. അതിന് പുറമെയാണ് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് 25 സീറ്റിന് വേറെ കിട്ടിയത്, 25,000 വേറെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കണക്കുകളിലോട്ട് ഞാൻ പോകുന്നില്ല. പ്രശ്നം കിടക്കുന്ന എവിടെയെന്ന് വെച്ചെങ്കിൽ ശരിക്കുള്ളൊരു ഹോംവർക്ക് നടത്താതെ ഇത്തരത്തിലുള്ളൊരു ഫീസ് വരുമ്പോൾ ഒന്ന് വിദ്യാർത്ഥികൾ കുടുങ്ങും.
എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീസിന് പഠിക്കാമെന്ന് വിചാരിച്ച് വരുന്ന വിദ്യാർത്ഥി വന്നു കഴിയുമ്പോൾ വേറെ ഫീസാണ് വരാൻ പോകുന്നത്. രണ്ടാമത് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റുകൾ തന്നെ ഇപ്പോൾ 2 തട്ടിലായി. ഒരു കൂട്ടം മാനേജ്മെൻറ്റുകൾ പറയുന്ന അവരത് പഠിപ്പിക്കാമെന്ന ആ ഫീസിന്, മറ്റേ കൂട്ടം അതിന് തയ്യാറില്ല. അപ്പോൾ ഈ 10ഉം 15ഉം ചോദിച്ചതൊന്നും കൂട്ടണ്ട, അതൊക്കെ വെറുതെ ചാടിക്കറി ചോദിച്ചാണ്. ഞാൻ അന്ന് തന്നെ പറയുന്നത് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഒരു ചർച്ചയ്ക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയുന്ന മാനേജ്മെൻറ്റുകളുണ്ട് ഇവിടെ. അതായത് ചുമ്മാ കയറിയിട്ട് 100 സീറ്റിനും 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. അത് യഥാർത്ഥത്തിൽ അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും നമ്മൾ ഫീസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഫീസ് നമ്മൾ എടുക്കും. അത് ഇയറിലെ ഫീസ് ഇപ്പോൾ തരാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നാളെ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. നഴ്സുമാരുടെ ശമ്പളം കൂട്ടുന്നതിനെ പറ്റിയിട്ട്. നഴ്സുമാരുടെ ശമ്പളം കൂട്ടുമ്പോൾ അവരാവശ്യപ്പെട്ടത് കൊടുക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റുകൾക്ക് ഒരു കൊല്ലം 4 കോടി രൂപ അഡീഷണൽ ഫീസ് അവിടെ വരുന്നുണ്ട്. അത് ഇതിൽ ചേർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക, വളരെ പിന്നെ പ്രതിപക്ഷം അഭിപ്രായം പറഞ്ഞതിനെ പറ്റിയിട്ടൊന്നും കേൾക്കണ്ട. ഞാൻ അഭിപ്രായം പറയട്ടെ. പ്രതിപക്ഷം ഡോക്ടർ ഫസൽ ഗഫൂർ രണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. കഴിഞ്ഞ വർഷം 2 കോളേജുകൾ കോടതിയിൽ പോയി കൂടിയ ഫീസ് വാങ്ങിയെടുത്തിരുന്നു. അത് പിന്നീട് സുപ്രീം കോടതിയിൽ പോവുകയും നിയമതർക്കങ്ങൾക്കൊടുവിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ കൊല്ലത്തേക്ക് മാത്രമുള്ളൊരു ഫീസ് വർധനയല്ലേ? അത് ഇക്കൊല്ലം നിലനിൽക്കില്ലല്ലോ. അല്ലല്ല, അത് അവർക്ക് എല്ലാ കൊല്ലമല്ലേ. അവർ ഇത് തിരുത്തണ വരെ എല്ലാ കൊല്ലം ആയിരിക്കും ഫീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോടതിയിൽ പോവാത്ത പ്രശ്നമുള്ളൊരു കോളേജിൻ്റെ കൂടെ KMCT, അവർക്ക് എതിരായിട്ട് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് കഴിഞ്ഞ കൊല്ലം കോടതി മറ്റേ 10 ലക്ഷം രൂപ ഫീസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ കൊല്ലം 10 ലക്ഷമാണ് കുട്ടി കൊടുക്കുന്നത്. പക്ഷേ ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ സ്വാശ്രയ കോളേജുകളിലും ഒരൊറ്റ ഫീസ് എന്നാണ്. അത് അവർക്കും പാലിക്കേണ്ടി വരില്ലേ? അതാണ് അവരത് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ട് ഓരോരോ കോളേജിനും അതിൻ്റെ ചെലവനുസരിച്ചിട്ടാണ് ഫീസ് ഫിക്സ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ചെറിയ ഫീസിന് പഠിപ്പിക്കുന്നതിന് കാരണം എന്താ? ഒന്ന്, പഴയ പഴയ ആശുപത്രി, ആ ആശുപത്രിയൊക്കെ ലാഭം ഉണ്ടാക്കിയിരുന്ന അമലയും ജൂബിലിയൊക്കെയാണ്. അപ്പോൾ അവിടെ അത് അവരുടെ വരുമാനത്തിൽ കൂട്ടിയിട്ടുണ്ട്. അവർക്ക് വരുമാനമുണ്ട്. പുതിയതായിട്ടുള്ള കോളേജുകളിൽ കുട്ടികളില്ല, അപ്പോൾ അവർക്ക് തീരല്ല പേഷ്യൻസ് ഇല്ല, അപ്പോൾ അവരുടെ വരുമാനം കുറയും. അതേമാതിരി തന്നെ അവർക്ക് ഫോറിൻ ഫണ്ടിങ് ഉണ്ട്. അവരുടെ പഴയ ബിൽഡിങ്ങുകളായത് കാരണം അവർക്ക് ഡിപ്രഷൻ കൂടുതൽ കിട്ടും. ഇതെല്ലാം കോടതി കണക്കെടുത്തുകൊണ്ട് കോടതി പറഞ്ഞ് ഡിഫറൻഷ്യൽ ഫീസാ പറ്റുള്ളൂ ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിന് വ്യത്യസ്തമായിട്ട്. പക്ഷേ ഫസൽ ഗഫൂർ, അത് പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി ഫീസ്, പ്രവേശന മാനദണ്ഡം ഇവ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട് എന്ന് ഈ നീറ്റ് പരീക്ഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ അതും ആകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുക? അല്ലാതെ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയാണ്. അത് തന്നെ ഞാൻ ഇപ്പോൾ പറയാം. ഉദാഹരണമായിട്ടുണ്ട്, നമ്മുടെ ഓർഡിനൻസിൽ പറഞ്ഞിട്ടുണ്ട് ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്കാണ് അധികാരം. പക്ഷേ ആ അധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റുകൾക്ക് അധികാരമുണ്ടെന്നും ആ ഓർഡിനൻസിലുണ്ടല്ലോ. അല്ലെങ്കിലും ഒരു കാര്യമുണ്ട്, ഏത് ഫീസ് ആര് ഫിക്സ് ചെയ്താലും കോടതിയാണല്ലോ ഇതിനൊക്കെ ഫൈനൽ. കാരണം അപ്പോൾ ഇനി ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിച്ചു തരാം. ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഫീസ് ഇപ്പോൾ ചാലഞ്ച് ചെയ്യും കോടതിയിൽ പോയിട്ട് മാനേജ്മെൻറ്റുകൾ. അത് എന്നിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയിട്ടില്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അവരെന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ അവർ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല കേട്ടോ പറയുന്നു അല്ലേ. അവർ പറയാൻ പോകുന്നത് 10 ലക്ഷമുണ്ട്, 15 ലക്ഷം ഉണ്ടെന്നാണ് അവരുടെ വാദം. എൻ്റെ വാദം അങ്ങനെയല്ല. എൻ്റെ വാദം ഡിഫറെൻ്റ് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ ഫീസിൽ നിന്ന് 1 ലക്ഷം ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഒത്തീർപ്പാവാന്നുള്ള എൻ്റെ വാദവും മാനേജ്മെന്റ് വാദവും എന്താണെന്ന് ഒന്നായിട്ട് നിങ്ങൾ കണക്കിലെടുക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് തിരക്കുണ്ട്, താങ്കൾക്ക് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെട്ട് ചോദിക്കുന്നത്. കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരുമായി ഒരിക്കൽ കൂടി ഒരു ആലോചനയ്ക്ക് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ സന്നദ്ധമാകുമോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ കമ്മീഷൻ മുമ്പാകെ തന്നെ കോളേജുകളുടെ ചെലവ്, വരവ്, ഇത്തരം കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫീസ് പുനർനിശ്ചയിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ തയ്യാറാണോ? തീർച്ചയായിട്ടും നമ്മളതിൽ തയ്യാറാണ്. പക്ഷേ പ്രശ്നം കിടക്കുന്ന കുറേ കോളേജുകൾ ഓൾറെഡി കോടതിയിലുണ്ട്. അവരൊരു തീരുമാനം ആവാത്താണ് ഇപ്പോൾ പ്രശ്നം. അവരുടെ കാര്യത്തിൽ ഓൾറെഡി കഴിഞ്ഞ കൊല്ലത്തെ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര സങ്കീർണ്ണമാവില്ല. അതോടൊപ്പം എനിക്ക് ചെറിയൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ജയിക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ KSUവിൻ്റെ പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അവരോടുള്ള എൻ്റെ അഭ്യർത്ഥന എന്താ വെച്ചാൽ, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫീസിൻ്റെ ബേസിസിൽ
ഒരു ഡിഫറൻഷ്യൽ ഫീസ് വെച്ചുകൊണ്ട് ഒരു കരാർ ഒപ്പിടാൻ തയ്യാറാണ്. ഇത് തെറ്റായിട്ടുള്ള ഒരു നിഗമനമാണ്. കരാർ ഒപ്പിടാൻ പറ്റൂല എന്നുള്ളത്. അത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള നിയമം ഇത് നൽകിയിരിക്കുകയാണ്. ഞാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പറാണ്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, നീറ്റിൽ മെറിറ്റ് പ്രകാരം എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കരാറിന് പാടില്ല എന്നോ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫീസിനെ പറ്റിയിട്ട് ഒന്നും ഈ സുപ്രീം മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടില്ല. നീറ്റ് പരീക്ഷയായിട്ട് അതിന് ബന്ധവുമില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, അവിടെ ഒറ്റ കാര്യം, സുപ്രീം കോടതിയുടെ വിധിയിൽ ക്രോസ് സബ്സിഡി പാടില്ല എന്നൊരു വ്യവസ്ഥയില്ലേ? അത് ഇപ്പോഴത്തെ വിധിയിലല്ല, അത് പഴയ ഉണ്ണികൃഷ്ണൻ കേസിന് ശേഷം നടന്ന ഇസ്ലാമിക് അക്കാഡമി അത്തരത്തിലുള്ള വിധികളുടെ ഭാവമാണ്. ഈ അടുത്ത് അങ്ങനത്തെ യാതൊരു ക്രോസ് സബ്സിഡിയെ പറ്റി, കഴിഞ്ഞ കൊല്ലം വരെ എല്ലാ സ്ഥലത്തും ക്രോസ് സബ്സിഡി ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴക്കാണ്. നീറ്റ് മീൻസ് ഓൺലി മെറിറ്റ് അല്ലേ, മറ്റേത് ഫീസാണ്. ഫീസും മെറിറ്റും കൂടെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണമായിട്ട് OBC-കൾക്ക് SC-കൾക്ക് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ചെറിയ ഫീസിന് പഠിപ്പിക്കുന്നതിന് ആർക്കാണ് ഇവിടെ തീർക്കാൻ പറ്റുക? ഒരിക്കലും തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തുക്കളോട് KSFI-ക്കാരുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം വെച്ചാൽ നമ്മൾ ഇത് ആരായണം. ഇങ്ങനെ ഒരു സങ്കീർണമായ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ പഴയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയതും കഴിഞ്ഞ പോലെ ശ്രീ പിണറായി വിജയനായിട്ട് ഉണ്ടാക്കിയതും അതിന് മുമ്പ് MABB ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തരത്തിലുള്ള ഒരു കരാറിലോട്ട് ഇനിയും പോയിക്കൂടെ ഈ തല്ലുകൊടുത്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം എന്നാണ് എൻ്റെ ചോദ്യം. റൈറ്റ്. ഡോക്ടർ ഫസൽ ഗഫൂർ, വളരെയധികം നന്ദി. ഈ സമയത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്കൾക്ക് അടിയന്തരമായ ഒരു ചർച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ താങ്കളെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളിലേക്ക് വരാം. അതിനു മുമ്പ് ജോർജ് പോൾ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹി, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പോൾ, ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് പോലെ കഴിഞ്ഞ വർഷത്തെ ഫീസിൽ നിന്ന് ചെറിയൊരു വർധന പോലും നൽകാത്ത വിധത്തിൽ ആണ് ഈ കരാർ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നത് ശരിയാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരേ ഫീസ്, മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ. ഇത് ഇപ്പോൾ ഈ വർഷം മുതൽ പ്രാവർത്തികമാകുകയാണ്. അപ്പൊ ക്യാപിറ്റേഷൻ എന്നുള്ളത് പരിപൂർണമായിട്ട് ഇല്ലാതായി, മെറിറ്റ് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതും പരിപൂർണമായിട്ട് ഇല്ലാതായി. ഇതാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ, സുപ്രീം കോടതി ആഗ്രഹിക്കുന്ന പോലെ ആദ്യമായിട്ടാണ് ഈ വർഷം ഇതുപോലെ ഈ അഡ്മിഷൻ ഭംഗിയായിട്ട് നടക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു റീസണബിൾ ഫീസ് ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസ് ആണ്. അഫോർഡ് ചെയ്യാമെന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പക്ഷേ ആയിരിക്കില്ല. പക്ഷേ ഒരേ ഫീസേ പാടുള്ളൂ എന്നുള്ള നിലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു നഷ്ടം കൂടാത്ത നിലയിലുള്ള ഒരു ഫീസാണത്. പിന്നെ ഇക്കണോമിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനത്തിൽ 20 ലക്ഷം രൂപ NRIക്ക് വേണ്ടിയിട്ട് കരുതിയിട്ട് ഫീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ചോദിച്ചതല്ല. പക്ഷെ എന്ന് വരികിലും 20 ലക്ഷം വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് 5 ലക്ഷം രൂപ, അതായത് 75 ലക്ഷം രൂപയോളം നമ്മൾ ഗവൺമെന്റിന് സ്കോളർഷിപ്പായിട്ട് കൊടുത്തുകൊണ്ട് അത് ഗവൺമെന്റ് സ്കോളർഷിപ്പായിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വ്യക്തമായ അറിവ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്ന് വരികിലും അത് ശരിയാണ് ഡോക്ടർ ശ്രീ ജോർജ് പോൾ, അത് ശരിയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. 15 നിന്ന് 20 ലക്ഷമായി NRI സീറ്റിന്റെ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ അധികമായി ഉള്ള 5 ലക്ഷം ഒരു കോർപ്പസ് ഫണ്ടായി നീക്കിവെക്കണമെന്നും അത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ കമ്മിറ്റി ഈ തീരുമാനത്തിൽ. പക്ഷെ അവിടെ പോലും നമ്മൾ കഴിഞ്ഞ തവണത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അതിലുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മറ്റ് കോളേജുകളുമായി ഉണ്ടാക്കിയ ധാരണയിൽ 25,000 രൂപയ്ക്ക് 20 കുട്ടികൾക്ക് പ്രവേശനം കിട്ടുകയും അവർക്ക് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്രയും അവസരം ഇവിടെ ഉണ്ടാകില്ലല്ലോ. ആ നിലയ്ക്ക് ഈ ഫീസ് വർധന മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അവസരം നിഷേധിക്കലായി മാറില്ലേ? അതല്ല, അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് 25,000 രൂപയ്ക്ക് പഠിപ്പിച്ചു എന്നുള്ള സാമൂഹ്യ നീതിയുടെ പേരിൽ ബാക്കി 50% വലിയ കള്ളത്തരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിലാണ് ഇത് നിർത്തിയത്. ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. മെറിറ്റ് ഒരു ഫാക്ടർ, ഫീസ് ഒരു ഫാക്ടർ, പിന്നെ ക്യാപിറ്റേഷൻ വേറൊരു ഫാക്ടർ. ഇതിന് എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഒരേ ഫീസ്, മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ. ഇതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങൾ കൊള്ള ലാഭം ചെയ്യുന്നവരാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഞങ്ങൾ പറയുന്ന അതേ പ്രിൻസിപ്പിളിലോട്ട്
കോടതിയും വന്നു, അതുപോലെ MCAയും വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സർപ്ലസ് ഫണ്ടൊന്നും ഇതിനകത്ത് ഉണ്ടാകില്ല. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് കോസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഒരു സർപ്ലസും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എന്നുവരെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിലിറ്റി ഫാക്ടറാണ്. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് ബേസിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് കോസ്റ്റിൽ ഒരു നഷ്ടം വരാത്ത നിലയിൽ വെക്കാവുന്ന ഒരു ബേസിക് ഫീസ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ 5.5 ലക്ഷം രൂപ പറഞ്ഞത്. അത് റെഗുലേറ്ററി കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ യഥാർത്ഥത്തിൽ 7 ലക്ഷം രൂപയല്ലേ ആവശ്യപ്പെട്ടിരുന്നത്? അതിൽ നിന്ന് 5.5 ലക്ഷമായി നിജപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഒരു മിനിറ്റ്, ഡോക്ടർ ഫസൽ ഗഫൂർ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കോളേജ് നടത്തിക്കൊണ്ടു പോകാൻ പാകത്തിലുള്ള വരുമാനമായി ഇതിനെ കാണാൻ സാധിക്കില്ല എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനെ സംബന്ധിച്ച്, അവരുടെ കീഴിലുള്ള കോളേജുകളെ സംബന്ധിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നും അവകാശപ്പെടുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യവും ഇല്ല. ഇത് എഫിഷ്യന്റ് മാനേജ്മെന്റ്, ഫൈനാൻസ് മാനേജ്മെന്റ് ആണ് ഇതിനകത്തുള്ള ഫാക്ടർ. അല്ലാണ്ട് ഹോസ്പിറ്റലുകളിലും വലിയ ലാഭം ഉണ്ടെന്നൊന്നും പറയുന്നതില്ല. അതും ഒരു ചെറിയ റീസണബിൾ സർപ്ലസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഫീസ്, സാലറീസ് അറിയാമല്ലോ, നേഴ്സസിന്റെ സാലറി കൂട്ടണം, മിനിമം വേജസ്, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനകത്തൊരു എക്സ്ട്രാ ഫണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനകത്തും യാതൊരു അർത്ഥവും ഇല്ല. ഫോറിൻ ഫണ്ട് ഉണ്ടെന്നൊക്കെ ഡോക്ടർ ഗഫൂറിന് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന 4 കോളേജുകളിലും ഒരു ഫോറിൻ ഫണ്ടും ഇല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് എഫക്റ്റീവായിട്ട്, എഫിഷ്യന്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഫാക്ടർ. പുതിയ സാഹചര്യം അനുസരിച്ച് ഏകീകൃത ഫീസ് എന്നത് ഒരു ക്രോസ് സബ്സിഡി ഒഴിവാക്കണം എന്നൊരു വ്യവസ്ഥ പുതിയ സാഹചര്യത്തിൽ നീറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തണം, ഏകീകൃത കൗൺസിലിങ്ങിലൂടെ പ്രവേശനം നടത്തണം എന്നൊക്കെ വ്യവസ്ഥ വെച്ചപ്പോൾ ക്രോസ് സബ്സിഡി ഒഴിവാക്കണം എന്നൊരു വ്യവസ്ഥ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതില്ല എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇല്ലില്ല, ക്രോസ് സബ്സിഡി സുപ്രീം കോടതി ബാൻ ചെയ്തിട്ടുള്ളതാണ്. ക്രോസ് സബ്സിഡി അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പണം ഉപയോഗിച്ച് വേറൊരു വിദ്യാർത്ഥി പഠിക്കുന്നതിനോട് തുല്യമാണ് ക്രോസ് സബ്സിഡി എന്ന് പറയുന്നത്. അത് ബാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി വീണ്ടും നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ജോർജ് പോൾ, അങ്ങനെ ആകുമ്പോൾ ഈ NRI സീറ്റിലുള്ള 20 ലക്ഷത്തിൽ 5 ലക്ഷം കോർപ്പസ് ഫണ്ടായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് നൽകണമെന്ന് പറയുമ്പോൾ വേറൊരു തരത്തിൽ ക്രോസ് സബ്സിഡി കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി സംവിധാനത്തിലും അതായിക്കൂടെ? ഇല്ല, അങ്ങനെയല്ല. ഈ സബ്സിഡി ഞങ്ങളല്ല കൊടുക്കുന്നത്. ഈ സബ്സിഡി ഈ ഫണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുന്നു. ഗവൺമെന്റ് അത് സ്കോളർഷിപ്പ് ആയിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. ഞങ്ങൾക്ക് അതിനകത്ത് ബന്ധമില്ല, മാനേജ്മെന്റിന് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുക്കുന്നു. അത് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈ മറ്റേ NRIയിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ TMA പൈ കേസിന്റെ ജഡ്ജ്മെന്റിനകത്ത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഡോക്ടർ ജോർജ് പോൾ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ്ക്ക്, കഴിഞ്ഞ വർഷം 25,000 രൂപ ഫീസിൽ 20 പേർക്കെങ്കിലും സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള ഒരവസരമുണ്ടായിരുന്നു MBBSന്. ഇത്തവണ 5.5 ലക്ഷം രൂപ കൊടുക്കണം. ഈ ഫീസ് വർധനയെ SFIക്ക് ന്യായീകരിക്കാൻ സാധിക്കുമോ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല സ്വാശ്രയ MBBS മേഖലയിൽ ഇപ്പോഴത്തെ FRC നിശ്ചയിച്ചിട്ടുള്ള ഫീസ് വർധനവ്. കടുത്ത അന്യായമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ SFI സംസ്ഥാന കമ്മിറ്റി ഒരു 2 മണിക്കൂർ മുമ്പ് ഇറക്കിയ പത്രക്കുറിപ്പിൽ തലവാചകമായി ഞങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന വാചകം ഈ ഫീസ് വർധനവ് കടുത്ത അന്യായമാണ് എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നീറ്റ് മെറിറ്റിനെ സാധ്യമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. നീറ്റ് മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള സുപ്രീം കോടതി വിധി ഇവിടെ ശ്രീ ജോർജ് പോൾ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ഫസൽ ഗഫൂർ സൂചിപ്പിച്ച പോലെ തന്നെ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ മെറിറ്റ് സീറ്റ് 50% മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ മറവിൽ ഉള്ള മാനേജ്മെൻറ്റ് സീറ്റിൽ തലവരിപ്പണം വാങ്ങാനുള്ള സാധ്യത, അതേപോലെ തന്നെ കടുത്ത ചൂഷണവും
അനീതികളും നടമാടുന്ന മാനേജ്മെന്റ് കോളേജുകളുടെ വിഭിന്നങ്ങളായുള്ള കഥകൾ ഇതൊക്കെ നമ്മൾ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തെ സംബന്ധിച്ച് കേട്ടതാണ്. ഇതിനെയൊക്കെ അപ്രസക്തമാക്കി തീർക്കുന്ന, അസാധ്യമാക്കി തീർക്കുന്ന ഏറ്റവും നിർണായകമായ വിധിയായിരുന്നു നീറ്റിനെ സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കോളേജുകളുടെ പശ്ചാത്തല സൗകര്യവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫീസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം വരെ 2.5 ലക്ഷം രൂപയ്ക്ക് മെറിറ്റ് സീറ്റിൽ സാധാരണക്കാരനായ നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥിക്ക് വാർഷിക ഫീസ് കൊടുത്ത് MBBS പഠിച്ച് പാസ്സാകാമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് യാതൊരു കാരണവും കൂടാതെ 5.5 ലക്ഷത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇവിടെ ഇതിനോടകം സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നമ്മുടെ നാട്ടിൽ 20% സീറ്റ് 25,000 രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൂടെ സംവരണം ഉറപ്പുവരുത്തുന്ന നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സംവരണം ഏതാണ്ട് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജയ്ക്ക്, നമ്മളിത് സംസാരിക്കുമ്പോൾ ഒരു വിഭാഗം സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷനുകൾ ഈ നിശ്ചയിച്ച ഫീസ് പോലും മതിയാകില്ല, അതിൽ കൂടുതൽ ആവശ്യമുണ്ട്, കമ്മിറ്റി ഞങ്ങളോട് നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. കോളേജ് നടത്തിക്കൊണ്ടു പോകണം, അത് നടത്തിക്കൊണ്ടു പോകാൻ പാകത്തിലുള്ള വരുമാനമെങ്കിലും കിട്ടണം, അതിന് ആനുപാതികമായുള്ള ഫീസ് നിശ്ചയിക്കപ്പെടണം എന്നൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. ആ ന്യായങ്ങളുമുണ്ട് മുന്നിൽ. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ജയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആയിരുന്നില്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്? ഇത് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ഇക്കാര്യത്തിൽ യുക്തിസഹമായൊരു തീരുമാനമെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം? അതിൽ സർക്കാരിന്റെ പരാജയമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള വാദത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം നമുക്കറിയാം, സുപ്രീം കോടതി വിധിയുടെ മാനദണ്ഡ പ്രകാരം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, ശ്രീ ഫസൽ ഗഫൂർ ഇടയ്ക്ക് ചർച്ചയിൽ സൂചിപ്പിച്ചു, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ സമാനമായ ഇതേ അർത്ഥത്തിൽ ഫീ റെഗുലേറ്ററി കമ്മീഷനാണ് ഫീസ് നിശ്ചയിച്ച് നൽകാൻ വേണ്ടി ചുമതലപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി. അവിടെയൊക്കെ ജുഡീഷ്യൽ പദവിയുള്ള കമ്മിറ്റികൾ ഇതിനു വേണ്ടിയിട്ട് അധികാരത്തിൽ വരികയും കേരളത്തിലും അതേ രീതി അവിടെയൊക്കെ കമ്മിറ്റി ഉണ്ട്, ഇവിടെയും ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. പക്ഷേ ഈ ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഈ പ്രശ്നം വിടുന്നതിന് മുമ്പ് 2 തവണ മാനേജ്മെന്റ് അസോസിയേഷനുമായിട്ട് സർക്കാർ ചർച്ച നടത്തിയിരുന്നു. അവിടെ ധാരണയാകാത്തത് കൊണ്ടാണ് കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് വെച്ചത്. ആ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് വെക്കുന്നതിന് മുൻപ് ഡോക്ടർ ഫസൽ ഗഫൂർ ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹ്യമായ പരിഗണനകൾ കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള ഒരു സാഹചര്യം അത് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഇതിന്റെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഒന്നാണ്. കാരണം ഇപ്പോൾ പോലും പല ഘട്ടത്തിലും മാറി മാറി വന്ന സർക്കാരുകൾ അക്കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു ഇടപെടൽ സ്വീകരിച്ചത് 2004 അധികാരത്തിൽ 2006 അധികാരത്തിൽ വന്ന VS-ന്റെ ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായി മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് MBBS-ന്റെ വാർഷിക ഫീസ് എത്രയെന്ന് ഒരു റീസണബിൾ സർപ്ലസ് എന്ന നിലയിൽ തീരുമാനിക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് ആ ഘട്ടത്തിൽ മാത്രമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.10 ലക്ഷം രൂപ വാർഷിക ഫീസായി നിജപ്പെടുത്തിയത് ജസ്റ്റിസ് KT തോമസ് കമ്മിറ്റിയായിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം ഒരു ഘട്ടത്തിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ എത്ര രൂപയാണ് റീസണബിളായി ജെനുവിനായി കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടന്നിട്ടില്ല. ആ പഠനത്തിന്റെ അഭാവത്തിലാണ് ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മറ്റു ചില ആളുകൾ, ഈ മാനേജ്മെന്റ് ആളുകൾ 20 ലക്ഷവും ആരാണ് ഈ പഠനം നടത്തേണ്ടത്, ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്, അതൊക്കെ ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. അതിനൊക്കെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഉത്തരവാദികളുമായിരിക്കും. അഭിജിത്ത്, കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തീരുമാനിക്കപ്പെട്ട ഫീസിൻ്റെ കാര്യത്തിൽ വലിയ സമരം ഉയർന്നിരുന്നു സംസ്ഥാനത്ത്. പക്ഷേ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല. UDF സർക്കാരിൻ്റെ കാലത്തും ക്രമാനുഗതമായി ഫീസ് വർദ്ധിപ്പിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഏകീകരിച്ച ഫീസ് സമ്പ്രദായത്തിലേക്ക് മാറണം എന്നൊരു നിർദ്ദേശവും മുന്നിൽ നിൽക്കെ ഈ 5.5 ലക്ഷത്തിലേക്ക് എത്തുക എന്നതല്ലാതെ കമ്മിറ്റിക്ക് മുൻപാകെ, ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് മുൻപാകെ മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ? ഒന്ന്, ഈ പ്രവേശന മേൽനോട്ട സമിതിയുടെ തീരുമാനം ഗവൺമെൻറ് അംഗീകരിക്കരുത് എന്നൊരു അഭ്യർത്ഥന ആദ്യം മുമ്പോട്ട് വെക്കുക. അതേപോലെ തന്നെ ഈ കമ്മിറ്റിയെ, ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണ് എങ്കിൽ ഈ കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള തൻ്റെ ഗവൺമെൻറ് കാണിക്കണം. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, UDF ഭരിക്കുന്ന സമയത്തായാലും LDF ഭരിക്കുന്ന സമയത്തായാലും മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോൾ കൃത്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, MBBS സ്വാശ്രയ മെറിറ്റ് സീറ്റ് കഴിഞ്ഞ UDF ഭരണകാലത്ത് 5 വർഷക്കാലം കൊണ്ട് ഏകദേശം ഒരു 40,000 രൂപയുടെ വർധനയായിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 100 ദിവസങ്ങൾക്കുള്ളിൽ വർദ്ധിപ്പിച്ച സംഖ്യ എന്ന് പറയുന്നത് 65,000 രൂപയാണ്. അന്ന് ഈ ഗവൺമെൻറ് ഇത്തരത്തിലൊരു നിലപാടെടുത്ത് മുമ്പോട്ട് പോയി. അവിടെ കൃത്യമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നു. അതിനുശേഷം PGയുടെ, നമുക്കറിയാം, PG
മെഡിക്കൽ സീറ്റിൻ്റെ വർധനവ്, വലിയതായിരിക്കുന്ന വർധനവുണ്ടായി. ഈ ഗവൺമെൻറ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന തീരുമാനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ തീരുമാനം ഈ നീറ്റിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടിയിരുന്നോ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്? കൃത്യമായി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫീസ് നിശ്ചയിക്കുന്നു? കോടതിക്ക് സർക്കാർ ചർച്ച നടത്തി, അതിലൊരു ധാരണയാകാതെ വന്നപ്പോഴാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്ക് വിട്ടതെന്നാണ്. ഇതൊക്കെ പ്രഹസനമല്ലേ? ഒരു സ്വാശ്രയ മാനേജ്മെന്റിനെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഗവൺമെന്റ് ആണോ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്? സ്വാശ്രയ മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. അതിനു പകരം സ്വാശ്രയ മാനേജ്മെന്റുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി സ്വാശ്രയ മാനേജ്മെന്റിനെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെ തുറന്നു പറയാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ട് ഇവിടെ വിദ്യാർത്ഥിക്ക് 25,000 രൂപ കൊടുക്കുന്ന വിദ്യാർത്ഥി നാളുകളിൽ കൊടുക്കേണ്ട സംഖ്യ 5.5 ലക്ഷം രൂപയെ എങ്ങനെയാണ് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക? എത്ര ഇരട്ടിയാണ് വിദ്യാർത്ഥിയുടെ ഈ ഫീസ് വർധന? ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ട് ഈ റെഗുലേറ്ററി കമ്മിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്തി മുമ്പോട്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറാവണം. പക്ഷേ അഭിജിത്ത്, അവിടെ ഗവൺമെന്റ് അവരുടെ ഇടപെടൽ അവസാനിപ്പിച്ചിട്ടാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയൊരു ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഗവൺമെന്റ് വന്ന കാലം തൊട്ട് ഇതുവരെയുള്ള നിലപാടുകൾ, കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാരെ സഹായിക്കാനുള്ള നിലപാടുകളുമായിട്ടാണ് ഗവൺമെന്റ് മുമ്പോട്ട് പോയത്. ആ നിലപാട് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാണോ? ഇല്ല എങ്കിൽ കൃത്യമായ സമരങ്ങളുമായിട്ട് KSU മുമ്പോട്ട് പോകും. KSU മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് ഈ വിഷയം മുമ്പോട്ട് വരിക. തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരുപാട് സ്വപ്നങ്ങളുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ വെച്ച് ആ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുക. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എന്നെ ഒരു രക്ഷിതാവ് വിളിച്ചു. എൻ്റെ മകൾ BPL ലിസ്റ്റിലുള്ള കുട്ടിയാണ്, നീറ്റിൽ എൻ്റെ മകൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? രക്ഷിതാക്കൾ വലിയൊരു ചോദ്യമായി ഇത് മുമ്പിൽ നിൽക്കുക. എങ്ങനെയാണ് തങ്ങളുടെ മകളെ MBBSന് പറഞ്ഞയക്കുക? തങ്ങളുടെ മകളുടെ പഠനം എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് രക്ഷിതാക്കൾ വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഗവൺമെന്റ് സുഭീഷ് സുധാകരൻ, AISFന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സുഭീഷ്, ഇടത് നയങ്ങൾക്കനുസരിച്ചുള്ളൊരു തീരുമാനമായില്ല ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടേത് എന്ന് സംഘടന പ്രതികരിച്ചു കഴിഞ്ഞു. ഇടത് നയമനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് ഫീ റെഗുലേറ്ററി കമ്മിറ്റി അല്ലല്ലോ, LDF നിയന്ത്രിക്കുന്ന സർക്കാരുമല്ലേ? ആ സർക്കാരിന്റെ പരാജയമല്ലേ AISF ചൂണ്ടിക്കാണിക്കുന്നത്? ഇവിടെ ഞങ്ങൾ മെഡിക്കൽ PG ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാണ്. മെറിറ്റ് പാടെ അട്ടിമറിക്കുന്ന നയമാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ ഗൗരവമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു ഘട്ടത്തിൽ പോലും ഈ മെഡിക്കൽ PG വർധനവ് വരാൻ പോകുന്ന MBBSന്റെ അടക്കമുള്ള സ്വാശ്രയ കോളേജുകളിലെ ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് സഹായകരമായ നിലപാടാണ് ഇതിലുണ്ടാകാൻ പോകുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത അവഗണന നേരിടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ പാടെ അവഗണിക്കുന്ന രൂപത്തിലുള്ള നയമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ ആകെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അത് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ ഗവൺമെന്റ്. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ വർഷമുണ്ടാക്കിയതുപോലൊരു കരാർ ഉണ്ടാക്കുന്നതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള ഒരവസരമുണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു കരാറുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് സർക്കാർ സന്നദ്ധമായില്ല, അല്ലെങ്കിൽ ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിച്ചില്ല. അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കാനല്ലേ? ഞങ്ങൾ പറഞ്ഞല്ലോ, അധ്യയന വർഷത്തിന്റെ ആദ്യപാദത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ലേലം വിളികൾ ഈ ഗവൺമെന്റ് നടത്താൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കം നടത്താൻ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള കൂടിയാലോചന നടത്തിയിട്ടില്ല. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളോട് ഈ വിഷയം ഗൗരവമായ ഒരു ചർച്ച നടത്താൻ പോലും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല, ആരോഗ്യ വകുപ്പ് തയ്യാറായില്ല എന്ന വിമർശനം ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയതാണ്. മെഡിക്കൽ PG ഫീസ് വർധനവ് തന്നെ വരാൻ പോകുന്ന ഫീസ് വർധനവുകളുടെ സൂചികയാണ് എന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞ കാര്യം വളരെ ഗൗരവമായി തന്നെ ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. KSU മാത്രമല്ല, AISFും SFI എതിർക്കുന്നുണ്ട്, എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ
ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടതു നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഫീ റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഫീസ് നിശ്ചയിച്ചത് എന്നതിരിക്കെ തന്നെ അവിടേക്ക് അധികാരം കൊടുക്കാൻ തീരുമാനിച്ച സർക്കാർ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ സഹായിക്കുകയല്ലേ ചെയ്തത്? ആ ആരോപണം നിഷേധിക്കാൻ സാധിക്കുമോ SFIക്ക്? ശ്രീ അഭിജിത്തും ശ്രീ സുബേഷും രണ്ടുപേരും ഉന്നയിച്ച വിമർശനങ്ങളിൽ കുറേ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെയും കാമ്പ് ഏതാണ്ട് അത് തന്നെയാണ്. സർക്കാർ സ്വാശ്രയ ലോബിയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീ അഭിജിത്ത് ഉന്നയിച്ചത്. കഴിഞ്ഞ തവണ നടപ്പാക്കിയ സ്വാശ്രയ കരാർ ഇവർ സമരം ചെയ്തു. ആ സമരം ചെയ്ത സ്വാശ്രയ കരാർ നമ്മുടെ നാട്ടിലെ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി നിശ്ചയിച്ചു എന്നാണ് ശ്രീ അഭിജിത്ത് പറയുന്നത്. ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ അഭിജിത്ത് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാടിന്റെ ഭൂതകാല ചരിത്രം നല്ലവണ്ണം കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആരായിരുന്നു സ്വാശ്രയ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്? ആരായിരുന്നു സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് കോളേജ് തുടങ്ങാൻ അനുമതി കൊടുത്തത്? ഞാൻ കഴിഞ്ഞ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം നടപ്പിലാക്കിയ സ്വാശ്രയ കരാറിലേക്ക് തന്നെ വരാം. എത്രയായിരുന്നു അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഒപ്പിട്ട സർക്കാരുമായി ധാരണയിലേക്ക് എത്തിയ കോളേജുകളുടെ എണ്ണം എത്രയായിരുന്നു? 13 എണ്ണം മാത്രമല്ലായിരുന്നോ? കഴിഞ്ഞ തവണ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് 13 കോളേജ് എന്നുള്ളത് 20 കോളേജ് സർക്കാരുമായി കരാറിൽ ഒപ്പിടാൻ തയ്യാറായി. എത്രയായിരുന്നു ഇവരുണ്ടായിരുന്നപ്പോൾ? 25,000 രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? വെറും 294 എണ്ണമായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് 449 എണ്ണമായി ഉയർത്തി. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേതുപോലൊരു കരാറിന് ഇത്തവണ ശ്രമം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2 തവണ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും മാനേജ്മെൻറ്റുകളെ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒരു ശ്രമവും ഉണ്ടാകാതെ ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്ക് കൊടുത്തുകൊണ്ട് സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചോ എന്നതാണ് ചോദ്യം. ആ ചോദ്യമാണ് അഭിജിത്തും സുബീഷുമൊക്കെ ഉന്നയിക്കുന്നത്. ശ്രീ രാജീവ്, ഇവരെ രണ്ടുപേരുടെ മറുപടി നിങ്ങളെയും കൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ ഇതിനെ മെഡിക്കൽ PG പ്രവേശനത്തിലെ ഫീസ് വർധനവിനെ സംബന്ധിച്ച് സമ്മേളനത്തിൽ ചർച്ച വന്നപ്പോൾ ശ്രീ അഭിജിത്തിന്റെ പ്രിയപ്പെട്ട നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് ആ നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഫീ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തെ കവച്ചു വെച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇനിയുള്ള ഏക മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സർക്കാരിന് എന്തെങ്കിലും ഒരു ബദൽ പദ്ധതി തയ്യാറാക്കുക മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞത് ശ്രീ പിണറായി വിജയനോ KK ശൈലജ ടീച്ചറോ അല്ല, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും UDFന്റെ പ്രതിപക്ഷ നേതാവുമായുള്ള ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി മാത്രമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായി ഞാൻ പറയുന്നത്. അഭിജിത്തിനും സുബീഷിനും മറുപടി ഉണ്ടാകും. അഭിജിത്ത്, ഇവിടെ ജേക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഫീ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച് അവരുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഗവൺമെന്റിനുള്ള മുമ്പിലുള്ള മാർഗം എന്ന് ജേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. PG സീറ്റിൻ്റെ കാര്യത്തിൽ ഈ തർക്കം വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും അത് അംഗീകരിച്ചിരുന്നു എന്നും ജേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇതല്ലാതെ മറ്റു മാർഗം സർക്കാരിന് മുമ്പിലില്ലേ? അതിൽ ജയ്ക്ക് നേരത്തെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടിവെച്ച കാര്യം, സാർ ഒരു നിർദ്ദേശം എന്ന രീതിയിൽ ഈ ഗവൺമെൻറ് സ്വാശ്രയ മാനേജ്മെൻറ്റിന് അടിമപ്പെട്ട ഗവൺമെൻറ്റാണ് എന്ന കൃത്യമായ ബോധ്യം വെച്ച് അവസാന ഘട്ടത്തിൽ ഈ ഒരു ഗവൺമെൻറ് ഇതിൽ നിന്ന് അഴയുന്നില്ല എന്ന് കണ്ടപ്പോൾ സാർ മുമ്പോട്ട് വെച്ചൊരു നിർദ്ദേശം, ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണോ? അത് നിർദ്ദേശങ്ങളൊന്നാ, അല്ലാതെ അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞില്ല, നിർദ്ദേശമായിരുന്നു. അതിൻ്റെ കൂടെ ജയ്ക്ക് മുൻകാല ചരിത്രങ്ങൾ എടുക്കുന്നു, മുൻകാല കാര്യങ്ങൾ എടുക്കുന്നു, ചരിത്രമൊക്കെ ഒരുപാടുണ്ട് ജയ്ക്ക്. അതിൻ്റെ കൂടെ ജയിക്കുന്ന ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാവങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഒരു വർഷക്കാലവും കൊട്ടിഘോഷിക്കുന്ന പാവപ്പെട്ട ഗവൺമെൻറ്, ഈ മാനേജ്മെൻറ്റിനെ നിലക്കി നിർത്തേണ്ടത് മുൻപ് ഇറങ്ങിപ്പോയ ഗവൺമെൻറ്റുകളല്ല, ഇപ്പം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് അത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കണം. അദ്ദേഹം ഈ മാനേജ്മെൻറ്റുകളെ നിലക്കി നിർത്തണ്ടേ? നിലക്കി നിർത്തുന്നതിന് പകരം മുൻകാല മുഖ്യമന്ത്രി ഇത് പറഞ്ഞു, മുൻ ഗവൺമെൻറ്റുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നിലവിൽ ഒരു കുട്ടിക്ക് എത്രയാണ് ഒരു കുട്ടിയുടെ ചിലവ് വരുന്നത്, എങ്ങനെയെല്ലാമാണ് ഇത് ഇത്തരത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്ന കൃത്യമായ വിവരം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലവും വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഇത് പഠിച്ച് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ച് ഇത് ചർച്ചയ്ക്ക് വെച്ച് കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതിന് പകരം 2 തവണ പ്രഹസനമായി ചർച്ച നടത്തുന്നു. 3-ാം വട്ടം ഇത് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. ഈ കമ്മിറ്റി സ്വാശ്രയ മാനേജ്മെൻറ്റിന് വേണ്ടി അത് അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അവസാനം കമ്മിറ്റിയുടെ പേരിൽ ഈ
ഇത് പഴിചാരി വെച്ച് ഞങ്ങൾ ഇതിൽ ആളുകളെ അല്ല എന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ്. ഈ ഗവൺമെന്റ് കൃത്യമായി ഇതിൽ ഇടപെടണം. ഗവൺമെന്റിനെ ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയും. അവർ ഇടപെട്ടുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥി, ഇവിടെ പാവപ്പെട്ട ആളുകളുടെ മക്കളാണ് MBBSന് ഇപ്പം ബുദ്ധിമുട്ടുന്നത്. പണക്കാരന്റെ അല്ലെങ്കിൽ ഇത്രയും കാലം പണക്കാരന്റെ മക്കൾ കൊടുത്ത പൈസയിൽ നിന്ന് അത് കുറഞ്ഞ് 5.5 പാവപ്പെട്ടവൻ 25,000 കൊടുത്തവൻ നാളെ 5.5 ലക്ഷം കൊടുക്കുന്നു. അവിടെ ഒരു കാര്യം, ഈ NRI സീറ്റിലെ ഫീസ് 15 നിന്ന് 20 ലക്ഷം ആക്കുമ്പോൾ 5 ലക്ഷം രൂപ ഒരു കോർപ്പസ് ഫണ്ടായി നീക്കിവെക്കണമെന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അത് സഹായമായി നൽകണമെന്നൊരു വ്യവസ്ഥ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ശ്രീ ജോർജ് പോൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു, ഒരു 75 ലക്ഷം രൂപയോളം അവർ പ്രതീക്ഷിക്കുന്നു. അത്രയും രൂപയുണ്ടെങ്കിൽ ഈ പറയുന്ന വിധത്തിലുള്ള കുറേ കുട്ടികൾക്കെങ്കിലും ഒരു സാമ്പത്തിക സഹായമായി നൽകാനുള്ള അവസരമുണ്ടാകും. ആ ഒരു നിർദ്ദേശമുണ്ട്, അത് കാണാതിരിക്കരുത്. നമ്മൾ 50 ഇപ്പം ഒരു സീറ്റുകളുടെ കാര്യത്തിൽ 50% മെറിറ്റാണ്, 50% ഗവൺമെന്റ് സീറ്റുകളാണ്, 50% മാനേജ്മെന്റ് സീറ്റുകളാണ്. ആ 50-ൽ 35% സ്വാശ്രയ അല്ലെങ്കിൽ മാനേജ്മെന്റുകളുടെ സീറ്റ്. അതിൽ 15% ബാക്കി വരുന്ന NRI സീറ്റുകൾ. ഈ ഭാഗത്ത് 20% ആളുകൾക്കാണ് ഇത്ര 25,000-ൽ നിന്ന് 5.5 ലക്ഷത്തിലേക്ക് ഫീസ് ഉയർന്നത്. ആ 5 ലക്ഷം വെച്ചുകൊണ്ട് എത്ര സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിയുമെന്ന് ഒന്നാമത്തെ ചോദ്യം. 2, ഈ കുട്ടികൾക്ക് ഈ 5.5-ക്ക് പുറമെ വരുന്ന പണം നമുക്കറിയാം. ഹോസ്റ്റൽ ഫീ, മെസ് ഫീ എന്നെല്ലാം പറഞ്ഞ് ഒരു വിദ്യാർത്ഥി ഒരു വർഷത്തേക്ക് 25,000 അടയ്ക്കേണ്ട ആള് അന്ന് ഒരു പക്ഷേ 1.5 ലക്ഷം അടച്ചിരുന്നു എങ്കിൽ ഇന്ന് 5.5-ക്ക് പകരം നാളെ 8 അടയ്ക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഒരു പണം ഈ ഭാഗത്തേക്ക് മാറ്റിവെച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നത് അതിൽ ഒരു തരത്തിലുള്ള. സുബീഷ് സുധാകരൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സുബീഷ്, എന്താണ് ഇടതുപക്ഷത്തിന്റെ നയമല്ല എന്ന് ASF പറയുന്നു? കഴിഞ്ഞ വർഷവും ഇതേപോലെയുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു, ഇതേപോലെയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും കുറഞ്ഞ ഒരു വിഭാഗത്തിന് പഠിക്കാനുള്ള ഒരു അവസരം, കുറഞ്ഞ തുകയ്ക്ക് പഠിക്കാനുള്ള ഒരു അവസരം നിലവിലുണ്ടായിരുന്നു. അതുപോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ജയിക്കടക്കം സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിയമസഭയിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു, പിണറായി വിജയൻ മുഖ്യമന്ത്രി, ബഹുമാന്യായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു എന്നുള്ള വാദങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുകയല്ല വേണ്ടത്. ഇവിടെ UDF ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസ മേഖലയിലെ നഗ്നമായ വിദ്യാഭ്യാസ കച്ചവടത്തെ ആരും മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ സകല മെറിറ്റും നഷ്ടപ്പെടുത്താമെന്ന വാദം ഏത് ഗവൺമെന്റ് ഉന്നയിച്ചാലും ആ ഗവൺമെന്റിനെതിരായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഘടിതമായ പ്രതികരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടേത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വമുള്ള ഗവൺമെന്റാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് AISF ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. മെഡിക്കൽ PG ഫീസ് വർധനവിലും ഇപ്പോഴുണ്ടായിട്ടുള്ള സ്വാശ്രയ MBBSന്റെ ഫീസ് വർധനവിലും മെറിറ്റ് പാടെ അട്ടിമറിക്കപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഹെഡ്ലൈനടിയിൽ പ്രത്യേകമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, മെറിറ്റും സാമൂഹ്യനീതിയും സംരക്ഷിക്കുമെന്ന്. ഇവിടെ മെറിറ്റ് ഫീസ് ഏകീകരണത്തിന്റെ പേരിൽ പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ ഇടതുപക്ഷ സുബീഷ്, ഒരു വാദമുയരുന്നത് ഫീസ് ഏകീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ക്രോസ് സബ്സിഡി അനുവാദമില്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നൊരു വാദം ഉയരുന്നുണ്ട്. നമ്മുടെ പ്രശ്നം ഇവിടെ ഏൽപ്പിക്കുന്ന ഫീസ് റെഗുലേറ്ററി കമ്മീഷനുകളെല്ലാം സ്വാശ്രയ കോളേജുകളുടെ നഷ്ടത്തെക്കുറിച്ച് വിലപിക്കുന്നവരാണ്. അവരുടെ സാമ്പത്തികമായ നഷ്ടത്തെക്കുറിച്ച് വിലപിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇവിടെ മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ മിടുക്കരായവർക്ക് സാധാരണ നിലയിലുള്ള ഫീസിൽ പഠിക്കാൻ യാതൊരു നിലയിലുമുള്ള അനുവാദം ഉണ്ടാകാതെ വരുന്നു? ഇതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രൂപീകരണമായ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളാണ് പൂവണിയേണ്ടത്. അതിന് ഉതകുന്ന സാഹചര്യമല്ല ഈ 2 ഫീസ് ഘടനയിലും മുന്നോട്ട് വന്നിട്ടുള്ളത്. LDFന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുബീഷ് സംസാരിക്കുന്നത്. അതിൽ സാമൂഹ്യനീതിയെക്കുറിച്ച്, പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യതയില്ലേ SFIക്ക്? ശ്രീ രാജീവ്, സുബേഷ് ഉന്നയിച്ചതുമായി യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക അന്തസ്സോടെ കാത്തു സൂക്ഷിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ താല്പര്യപ്പെടുകയും ചെയ്തത്. സർക്കാർ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നീറ്റിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് വന്നു. ആ സുപ്രീം കോടതി ഉത്തരവിന്റെ സത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വാചകമാണ് ഫീസ് ഏകീകരണത്തെ സംബന്ധിച്ച്. തലവരി ഇല്ലാതാക്കാൻ മാനേജ്മെന്റുകളുടെ തോന്നിയവാസം ഇത്രയും കാലം നടത്തിയിരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഫീസ് ഏകീകരണം നടപ്പിൽ വരുത്തണം. ഈ ഫീസ് ഏകീകരണം നടപ്പിൽ വരുത്തുമ്പോൾ ആരാണ് നിശ്ചയിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി തന്നെ വിവക്ഷിച്ചു. അതിന്റെ ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് FRC സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഈ FRC എടുക്കുന്ന തീരുമാനങ്ങളെ
സർക്കാരിന് മറികടക്കാൻ സാധിക്കുമോ? അങ്ങനെ സർക്കാരിന് മറികടക്കാൻ സാധിക്കുമെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ കോടതി അലക്ഷ്യമല്ലാതെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത നിലയിൽ ഏത് തരത്തിലുള്ള വിദ്യാർത്ഥി പക്ഷ ഇടപെടൽ സാധ്യമാകും? ആ ഇടപെടൽ സാധ്യമാകുമ്പോൾ കർശനമായും നിശ്ചയമായും സർക്കാർ ആ രൂപത്തിൽ തന്നെ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനകൾ ഒന്നാമത് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെ എന്താ ഒരു കാര്യം, അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണോ എന്നൊരു പരിശോധന അത് നടക്കേണ്ടതല്ലേ? ആ പരിശോധന നടക്കേണ്ടത് ഈ ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്ക് മുൻപാകെ ഈ വിഷയം വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ ആകാമല്ലോ. അത്തരം ഒരു പരിശോധന നടത്താൻ സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്ക് ലാഭമുണ്ടാകാൻ പാകത്തിലുള്ള ഒരു ഫീസ് നിശ്ചയിക്കാനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ബാക്കിയുള്ള ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് പരതിയെടുക്കാൻ വിവരം ശേഖരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കിയുള്ള ഇതര സംസ്ഥാനങ്ങളിലാകെ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നയമാണ്. അതിൽ ശ്രീ അഭിജിത്തിനോട് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നയസമീപനം FRCയുടെ കീഴിലുള്ള ഫീ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നതാണോ അത് അതേപടി നടപ്പിലാക്കുകയാണ് ആ ബാക്കി ഇതര സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളുമായി ആലോചിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ച നിയമോപദേശം FRCയെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു ഇടപെടൽ നടത്താൻ സാധ്യമല്ല. അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അത് കോടതി അലക്ഷ്യമാവുകയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് സാധൂകരിക്കപ്പെടാതെ പോവുകയും ചെയ്യും എന്നതാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരത്തിലുള്ള ഇടപെടൽ സർക്കാർ അത്തരത്തിലുള്ള ഒരു നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. അത് നിലനിൽക്കെ തന്നെ ഫീ റെഗുലേറ്ററി കമ്മീഷനെ നിയമിച്ച് ഏകീകൃത ഫീ സംവിധാനം ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് മുന്നിൽ എന്നാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന വിധത്തിൽ നിശ്ചിത ശതമാനം സീറ്റുകളിൽ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയോ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുകയോ ചെയ്യുന്ന കുട്ടികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്നാൽ അവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കാൻ പാകത്തിലൊരു പദ്ധതി ഉണ്ടാക്കുക, അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ കമ്മീഷൻ തന്നെ നിർദ്ദേശിക്കുന്നത് പോലെ NRI ഫീസിൽ 5 ലക്ഷം രൂപ മാറ്റിവെച്ചൊരു കോർപ്പസ് ഫണ്ടാക്കി സാമ്പത്തിക സഹായം നൽകണം എന്ന് കമ്മിറ്റി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലൊരു പദ്ധതിയൊക്കെ ആലോചിക്കുക. അങ്ങനെയൊക്കെയല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യുക? അങ്ങനെയൊക്കെയല്ലേ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ നയം നടപ്പാക്കാൻ സാധിക്കുക? ശ്രീ രാജീവ്, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഇതിനോടുള്ള 2 വിയോജിപ്പിൽ ഏറ്റവും പ്രഥമമായി ഞാൻ എടുത്തു പറഞ്ഞത് അതാണ്. 25,000 രൂപയ്ക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം വർദ്ധിപ്പിച്ച 449 സീറ്റുകളിൽ 25,000 രൂപയ്ക്ക് സീറ്റിൽ പഠിക്കാമായിരുന്ന അത്രയും സീറ്റ് ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ FRCയുടെ പുതിയ റെഗുലേഷൻ പ്രകാരം നടപ്പിലാക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് നിലനിൽക്കുന്നത്. 449 വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ വാർഷിക ഫീസിൽ പഠിക്കാമായിരുന്ന സീറ്റുകൾ ഇല്ലാതാവുകയാണ്. അത് കർശനമായും നിശ്ചയമായും ഈ സർക്കാർ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സാധ്യത അന്വേഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിലും സർക്കാരിനെതിരെയും സമരത്തിനിറങ്ങണമെങ്കിൽ സമരത്തിനിറങ്ങാൻ തയ്യാറായ വിദ്യാർത്ഥി സംഘടനയായി തന്നെ SFI സംസ്ഥാനത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഭിജിത്ത് ഒരൊറ്റ കാര്യം കൂടെ. ഇവിടെ ശ്രീ അഭിജിത്ത് മാനേജ്മെന്റിന്റെ വക്താക്കളായി അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളായി ഇടതുപക്ഷ സർക്കാരിനെ ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അഭിജിത്ത്, കലണ്ടറുകൾ ഒരു വർഷത്തിനൊന്ന് പിന്നിലേക്ക് മറിച്ചു നോക്കുമ്പോൾ കാണാം സ്വാശ്രയ കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് ചർച്ച ചെയ്യുന്ന ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ അരമനയിൽ, അതായത് ഞാൻ ഇന്ന് സംസാരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ അരമനയിൽ വന്നിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് കരാർ ഒപ്പിട്ട് ഇന്റർ ചർച്ച് കൗൺസിലിന് തോന്നിയ പോലെ പ്രവേശനം നടത്തിക്കുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരു സന്ദർഭമുണ്ട്. ആരുടെ കാലഘട്ടത്തിലാ? കേരളത്തിൽ UDFന്റെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണണമെങ്കിൽ പള്ളിയുടെ അരമനയിലല്ല, അവരിയ്ക്കുന്ന മന്ത്രിമാരുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ അഭിജിത്ത് തന്നെ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. അതായത് കോളേജുകൾ എങ്ങനെ നടക്കുന്നു, അവരുടെ ചെലവെന്ത്, ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര, ഇതേക്കുറിച്ചൊരു പഠനം അനിവാര്യമാണ്. അതേക്കുറിച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കുറിച്ച് വെച്ച് പഠിക്കണം എന്ന് അഭിജിത്ത് നേരത്തെ നിർദ്ദേശിച്ചു. അത്തരമൊരു പഠനത്തിന് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ശ്രമം ഉണ്ടായില്ല. ഈ സർക്കാർ അധികാരത്തിൽ 1-2 വർഷമാവുന്നു, അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യേണ്ടത് അത്തരമൊരു പഠനം സർക്കാരിനെ കൊണ്ട് നടത്തിക്കാൻ പാകത്തിൽ, ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ ഓരോ വർഷവും എത്ര തുക മാനേജ്മെൻറ്റുകൾക്ക് ഫീസ് ഇനത്തിൽ ലഭിക്കുന്നു, എന്ത് ചെലവുണ്ടാകുന്നു, എത്ര തുക തലവരിയായി അവർ
അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ പാകത്തിലുള്ളൊരു പ്രസ്ഥാനമല്ലേ വിദ്യാർത്ഥി സംഘടനകൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടത്? തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലെ മറുപടിക്ക് മുൻപ് ഞാൻ പ്രിയപ്പെട്ട ജയ്ക്കിനോട്, ജയ്ക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്, അതും കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ. മറിച്ച് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുന്ന, എങ്ങനെയെല്ലാം അതിനെ ന്യായീകരിക്കാം എന്ന് ശ്രമിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയുടെ ഉപദേശകനല്ല എന്ന് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കുന്നു. രണ്ട്, ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് നമുക്ക് ഈ കേരളത്തിലെ സ്വാശ്രയ MBBS കോളേജുകളിൽ അവരുടെ ഒരു കുട്ടിക്ക് എത്ര ആ ചിലവ് വരുന്നു, എങ്ങനെയെല്ലാമാണ് അവിടെ ചിലവുകൾ വരുന്നത്, അത് പഠിക്കണം. അത് ഗവൺമെൻറ് പഠിക്കാൻ സന്നദ്ധമാണ്. കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. നമ്മൾ ഒരു KSU ഞങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമപരമായ സാധുതകൾ വെച്ചുകൊണ്ട് ഈ ഒരു കുട്ടികളുടെ ചിലവ് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് പഠിച്ച് കൃത്യമായി ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ഇന്ന് വാദിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പഠനം സഹായകമാവുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ച്. ഗവൺമെൻറ് ഒരു പഠനം നടത്തിയാൽ മതി. ആ പഠനം നടത്തി ഈ മാനേജ്മെൻറ്റുകളുടെ ഇരുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന വാദങ്ങൾ അത് തെറ്റാണ് എന്ന് പറയിക്കാൻ ആ പഠനം സഹായകമാവും. ആ ഒരു പഠനത്തിന് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കണം. എന്തായാലും കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് ഇങ്ങനൊരു പഠനം നടത്താനും അതിൻ്റെ ബാക്കി വരുന്ന റിസൾട്ട് വെച്ച് മുമ്പോട്ട് പോകാനുമുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജയ്ക്ക്, നമ്മൾ രാഷ്ട്രീയമായ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ തന്നെ വസ്തുതകൾ പഠിക്കാനുള്ളൊരു ശ്രമം ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ആ നിലയിലേക്കൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സാഹചര്യം അത് വിദ്യാർത്ഥി സംഘടനകളുടെ മുന്നിലില്ലേ? തീർച്ചയായിട്ടും ശ്രീ രാജീവ് ഉന്നയിച്ച കാര്യം ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സത്തുകളിൽ ഒന്നാണ്. ഈ ഫീസിനെ സംബന്ധിച്ച് പഠിക്കാൻ ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ PG പ്രവേശനത്തിൽ ഉയർന്ന ഫീസ് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ SFI ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഇടതുപക്ഷ അനുഭാവ വൃത്തത്തിൽപ്പെട്ട കുറേയധികം അക്കാഡമീഷ്യന്മാരുടെ ഒരു കമ്മിറ്റി ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഒരു മാസത്തിനകം അവരുടെ സമഗ്രമായ ഒരു റിപ്പോർട്ട് ഫീസിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായിട്ടാണ് അന്ന് കമ്മിറ്റിയെ നിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ സമഗ്രമായ പഠനത്തിന് ശേഷമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വെല്ലൂർ മെഡിക്കൽ കോളേജിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളുടെ ഫീസ് നിർണ്ണയത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് പഠിച്ചിരുന്നത്. അങ്ങനെ അന്ന് അദ്ദേഹം സമർപ്പിച്ച കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് 1.10 ലക്ഷം രൂപ മെഡിക്കൽ ഫീസിന്റെ വാർഷിക ഫീസായി, MBBSന്റെ വാർഷിക ഫീസായി നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കപ്പെട്ടത്. പിന്നീട് വന്ന സർക്കാരുകൾ അനുവർത്തിച്ചത് അതിൽ നിന്നും ക്രമാനുഗതമായ 10% വർധനമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മാറിയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ കൈകളിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ആയിരിക്കില്ല ബാക്കിയുള്ള മാനേജ്മെന്റുകളുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി. അപ്പോൾ അതിന്റെ പശ്ചാത്തലവും ആ മെഡിക്കൽ കോളേജുകളുടെ യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഈ നെഹ്റു കോളേജിന്റെ പ്രശ്നമുണ്ടായപ്പോൾ ഈ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ SFI ഒരു കമ്മിറ്റിയെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് പഠനം നടന്നോ എന്നതിനെക്കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ആവില്ല ജയ്ക്കിൻ്റെ ഇപ്പോഴത്തെ അക്കാഡമിക് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മീഷനും അതിൻ്റെ റിപ്പോർട്ടും എന്ന് പ്രതീക്ഷിക്കട്ടെ. ശ്രീ രാജീവ്, ഞങ്ങൾ സ്വാഭിമാനം ഞങ്ങൾ പറയാം, നെഹ്റു കോളേജിന്റെ സമയത്ത് ഞങ്ങൾ നിയോഗിച്ച കമ്മീഷൻ ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി KK ദിനേശൻ കമ്മിറ്റിക്കും MG വൈസ് ചാൻസലർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിക്കും ഞങ്ങളുടെ സംഘടനയുടെ സമഗ്രമായ നിർദ്ദേശം ആദ്യം സമർപ്പിച്ചത് കേരളത്തിൽ SFI ആണ്. ഞങ്ങൾ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളുടെ അവകാശങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പല അവകാശഗതികളുണ്ട്. ആ ചർച്ചയിൽ അതിലേക്ക് പോകണം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇന്റേണൽ മാർക്കിന് സെപ്പറേറ്റ് മിനിമം എടുത്ത് പരിശോധിക്കപ്പെടണം എന്ന് ഞാനത് ചോദിക്കാനൊരു കാര്യമുണ്ട് ജയ്ക്ക്. അങ്ങനെ ഒരു കമ്മീഷൻ നിയോഗിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വരികയും അത് കേരളത്തിലൊരു സജീവ ചർച്ചാ വിഷയമാവുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയും ഇങ്ങനെയൊക്കെയാണ് സാധാരണ നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുക. അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഞങ്ങൾ ബാക്കിയുള്ള, നിങ്ങൾ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയാൽ ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അക്കാഡമിക് വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ വർഷവും ഞങ്ങൾ കൃത്യമായി മിനിഞ്ഞാന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ വർഷം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സശ്രദ്ധയോടുകൂടെ നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ രംഗത്തെ കാതലായി വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അവകാശ പത്രിക സർക്കുലർ ഓഫ് ഡിമാൻഡ് ഞങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇടപെടുന്നു. അഭിജിത്ത് വാഗ്ദാനം ചെയ്തൊരു പഠനമുണ്ട്. അഭിജിത്ത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, ആ പഠനം നടക്കുമെന്നും അത് KSU ഒരു റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കുമെന്നും
സർക്കാരിന് സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ കേരള വിദ്യാർത്ഥി യൂണിയൻ അടുത്ത ആഴ്ച കേരളത്തിൽ അവകാശ പത്രിക നൽകുന്നു. അതിൽ ജയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇത് ടെക്നിക്കലുമായിട്ട് ബന്ധമില്ലാത്തതാണ് എങ്കിൽ പോലും ജയ്ക്ക് കരാറിൽ ഒരുപാട് പദ്ധതികൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും നിലവിൽ ഈ ഒരു സമയം വരെ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ ആ തലത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായി, അതും പ്രഹസനമാണ്, പറയാതെ വയ്യ. ഒരുപാട് കുട്ടികളുടെ ഇയർ ബാക്ക് സിസ്റ്റം ഉൾപ്പെടെ ഇന്നും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അടുത്തൊരു ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തരത്തിലാണ് KTUവിലെ നയങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലും തിരുത്താൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു, അത് അംഗീകരിക്കാൻ KTU തയ്യാറായിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ, അത് KTU ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇവിടെ മെഡിക്കൽ വിഭാഗത്തിൽ ഇവിടെ വന്ന ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞു, ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് അതിൽ കൃത്യമായ പഠനം നടത്തി ഗവൺമെന്റിന് സമർപ്പിക്കും. ഗവൺമെന്റിന് മാത്രമല്ല, ഇത് പൊതു ചർച്ചയായി കൊണ്ടുവന്ന് ജെയ്ക് സി തോമസ്, സുബീഷ് സുധാകരൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, ജോർജ് പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി ആക്ഷേപഹാസ്യ പരിപാടി പോളിമിക്സ് കാണാം.